നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കി മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. പാവൽ വികസിപ്പിച്ചത് കാർഷിക കോളേജ്. കണിമംഗലം പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തം ഇന്നലെ വൈകിട്ട് 7:30. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ. മാളയിൽ ഡിവൈഎഫ്ഐയുടെ സമരസംഗമം. വാർത്തകൾ വിശദമായി. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശനത്തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. 2 വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ, പ്രജനിയും പ്രഗതി. ഇതാണ് പ്രജനി എന്നാണ്. പ്രജനി പച്ചപ്പ് കൂടുതലാണ്, കണ്ട പച്ചപ്പ് കൂടുതലാണ്. വലിപ്പം മറ്റേനേക്കാളും കുറച്ച് വലിപ്പത്തിലും വരും. പ്രഗതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വരും. ഇനി പ്രഗതിനെ നമുക്ക് കാണിച്ചു തരാം. ഒരു 8 കിലോത്തോളം ഉണ്ടാവുന്നതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു തൈമെന്ന് ഏകദേശം ഒരു കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു 2 മാസം ആവണുള്ളൂ. 1.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇത് നട്ടിട്ടേ. അപ്പോൾ ഒരു തൈമെന്ന് ഒരു 5-6 എണ്ണം 6 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുമെന്നാണ് അവർ യൂണിവേഴ്സിറ്റി പറയണത്. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ചില നല്ലൊരു പറന്ന് കയറിയിട്ടുണ്ട് സംഭവം. പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായകൾ ഉണ്ടാകും. പ്രഗതി പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. ഈ പ്രദർശനത്തോട്ടം എല്ലാവർക്കും ഒരു മാതൃകയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതൊരു കോസ്റ്റൽ ഏരിയയാണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗം ഒന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് വളരെ നല്ല ഈൽഡ് കിട്ടണ ഒരു വെറൈറ്റി ആണെന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഈ പ്രദർശനത്തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. ശശിചേട്ടൻ പറഞ്ഞ പോലെ മായയാണ് കൂടുതൽ എല്ലാവരും ചെയ്തു വരാറുള്ളത്. അതിൽ നിന്ന് വിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കണിമംഗലം പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ തീപിടുത്തം. ആളപായമില്ല. ഇന്നലെ വൈകിട്ട് 7:30 തീപിടുത്തമുണ്ടായത്. ഗ്യാസ് ലീക്കായതായിരുന്നു തീപിടുത്തത്തിന് കാരണം. ഫയർഫോഴ്സ് എത്തി ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായി പുറത്തെത്തിച്ച് അപകടം ഒഴിവാക്കി. ഔദ്യോഗിക ആവശ്യത്തിനായി കണിമംഗലം പാലം വഴി യാത്ര ചെയ്യുകയായിരുന്ന റവന്യൂ മന്ത്രി K. രാജൻ സ്ഥലം സന്ദർശിച്ചു. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി മാള ടൗണിൽ നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഒരു സംശയം വേണ്ട,
ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇന്ത്യ ഇല്ല. നമ്മുടെ ഇന്ത്യ രാജ്യം രൂപം കൊണ്ടത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ രാജ്യം അതിൻ്റെ 79ാമത് ജന്മദിനം എന്ന നിലയിൽ തന്നെ നമുക്കതിനെ പരിഗണിക്കപ്പെടാം. സ്വാതന്ത്ര്യ ദിനം ആചരിക്കുക. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് IS അക്ഷയ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി C ധനുഷ്കുമാർ, CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര മോഹനൻ, മുൻ ബ്ലോക്ക് സെക്രട്ടറി PR രതീഷ്, PV വിനു, സാലിഹ് ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ രക്ഷിതാക്കൾ വഴിയൊരുക്കണമെന്ന് ജസ്റ്റിസ് P ഉബൈദ്. എറിയാട് കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ ബാബു പറഞ്ഞ പോലെ വളരെ വൈകിട്ടാണ് പറയുന്നത്. അത് അതെനിക്ക് തോന്നി വളരെ നേരത്തെ എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല അതിനുവേണ്ടി യാത്ര ശ്രമിച്ചു കാണില്ല, മിക്കവാറും അതിനുവേണ്ടി തന്നെ. എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ കുറുപ്പാടത്തിൽ ഫസ്റ്റ് PhD ഹോൾഡറെന്ന് എനിക്ക് തോന്നട്ടെ. ഞാനാണ് ഈ കുറുപ്പാടത്തിന് 1976 PhD കിട്ടിയത്. ഞാനായിരിക്കണം, വേറെ എനിക്കറിയില്ല. ഏതായാലും പ്രശസ്ത സിനിമാ സംവിധായകൻ കമൽ മുഖ്യാതിഥിയായ ചടങ്ങിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഡ്വക്കേറ്റ് ബാബു കറുകപ്പാടത്തിനെയും കേരളത്തിലെ മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള ഡോക്ടർ NK ജയറാം അവാർഡ് ജേതാവ് ഡോക്ടർ KK നസീറിനെയും ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ ഫർസീൻ നസീറിനെയും ആദരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KH മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൾ അസീസ്, മുഹമ്മദ് ഷഫീർ, KA റമീസ്, അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, ഡോക്ടർ KK മുഹമ്മദ് യൂസഫ്, KK കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നെടുങ്ങാണം യൂണിറ്റിന്റെയും വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജവഹർ ബാലമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് റിയാസ് വെളുത്തേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ മുഖ്യാതിഥിയായി. മുഹ്സിൻ, വാർഡ് മെമ്പർ നസീമ നാസർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, പ്രശോഭ് അശോകൻ, അബ്ദുൽ കരീം, ഫൈസൽ മഞ്ഞന, നിസാം, ഹനീഫ, സഗീർ, ഇസ്മായിൽ OM, നിഷാദ് കടലായി എന്നിവർ സംസാരിച്ചു. എറണാകുളം കാരുണ്യവർഷം ചാരിറ്റബിൾ ട്രസ്റ്റിന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുതിയ വാഹനം നൽകി. മുഖ്യാതിഥിയായി പങ്കെടുത്ത ബാങ്ക് CEO ആൻഡോ ജോർജ് താക്കോൽദാനം നിർവഹിച്ചു. റോജൻ C മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പോൾ ചക്കിയത്ത്, അജീഷ് ജോസഫ്, ജോസ് തച്ചിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അർബുദ രോഗികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. മാള പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര പ്രയാണത്തിനും വചനഗ്രന്ഥ പ്രയാണത്തിനും സ്വീകരണം നൽകി. തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ഫാദർ ജോസഫ് ഒളാട്ടുപുറം ശതാബ്ദി വിളംബര ദീപശിഖ കൈമാറി. തുടർന്ന് വചനഗ്രന്ഥ പ്രയാണം ബിഷപ്പ് ഫാദർ ജോയ്സ് റാമ്പിക്കൽ ഉദ്ഘാടനം ചെയ്തു. മാള പള്ളിപ്പുറം തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ശതാബ്ദി വിളംബര പ്രയാണത്തെ കോട്ടപ്പുറം രൂപത മെത്രാൻ ഫാദർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ സ്വീകരിച്ച് സന്ദേശം നൽകി. 1925 പറയുമ്പോൾ നമ്മൾ ഒന്നാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യ ദിനം പോലും അന്ന് ഉണ്ടായിട്ടില്ല. ഒരു 3 വർഷം മുൻപുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു അത് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു ഇടവക സമൂഹമായിട്ട് വിശ്വാസം ഇവിടെ കൈമാറ്റം കൊടുത്തിരുന്നത് അത് വളരെ ചിന്തനീയമായ കാര്യമാണ്. എന്നും പ്രത്യാശയുടെ വിളനിലമായി നമ്മുടെ കുടുംബങ്ങളുടെ ഉണ്ടായിരുന്നു ഒരു ഇടവക സമൂഹത്തിലൂടെ ഊദാശകൾ പരിഗണനം ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഈ മാളപുരം ഇടവകയുടെ പ്രശസ്തി അത് അതിഗംഭീരമാണ് എന്ന് പറയുന്നത്.
തുടർന്ന് തിരുനാൾ പ്രസിഡന്റിമാർ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശില കൈമാറി. ദിവ്യബലി, വചനപ്രഘോഷണം, നൊവേന, ആരാധന, നേർച്ചഭക്ഷണം എന്നിവ നടന്നു. ഫാദർ ഫ്രാൻസിസ്കോ പടമാടൻ, ഫാദർ റോക്കി റോബിൻ കളത്തിൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കി മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. പാവൽ വികസിപ്പിച്ചത് കാർഷിക കോളേജ്. കണിമംഗലം പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തം ഇന്നലെ വൈകിട്ട് 7:30ഓടെ. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ. മാളയിൽ ഡിവൈഎഫ്ഐയുടെ സമരസംഗമം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.